പൂക്കോട് വെറ്ററിനറി കോളേജിലെ ജെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും വിശദീകരണം VC തള്ളി. ഇരുവർക്കുമെതിരെ ഇന്ന് തന്നെ നടപടിക്ക് സാധ്യതയുണ്ട്. വിവരം അറിഞ്ഞതിന് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ടെന്നും ഹോസ്റ്റൽ വിദ്യാർത്ഥികളുമായി സംസാരിച്ചെന്നുമായിരുന്നു വിശദീകരണം. സജോ ദേവസ്യ ചെയ്യുന്നു. സജോ, ഈ ഹോസ്റ്റലിലെ കാര്യങ്ങൾ നോക്കലല്ല, ഡീനിന് വേറെയും പണിയുണ്ടെന്ന് ധിക്കാരത്തോടെ പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. ഇതിവിടെ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? നടപടിക്ക് ഉടൻ തന്നെ സാധ്യതയുണ്ടോ? സുഹൈൽ, പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ കുറ്റകരമായ വീഴ്ചയും കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള ശ്രമവും ഉണ്ടായി ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും ഭാഗത്തു നിന്ന് എന്നാണ് ആരോപണം. ഇതിന്മേലാണ് VC ഇരുവരോടും വിശദീകരണം തേടിയത്. ആ വിശദീകരണമാണ് ഇന്ന് ഇരുവരും VCക്ക് കൈമാറിയത്. അതിൽ പ്രധാനമായും പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല, ഈ സംഭവം ഉണ്ടായതിനു ശേഷം തന്നെ ഇടപെട്ടു. പക്ഷേ ഹോസ്റ്റലിൻ്റെ ഒരു സർവൈലൻസ് എപ്പോഴും വെക്കുന്ന ആളല്ല താൻ. ഡീൻ എന്ന നിലയിൽ ടെക്നിക്കലായാണ് വാർഡൻ എന്ന പദവിയുള്ളത്. സെക്യൂരിറ്റി സർവീസോ അങ്ങനെയൊന്നും തൻ്റെ ചുമതലയിലല്ല. റെസിഡന്റ് ട്യൂട്ടറാണ് വേണ്ടത്, അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ സംഭവം അറിഞ്ഞതിന് ശേഷം കൃത്യമായി ഇടപെടൽ നടത്തി എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം. അസിസ്റ്റന്റ് വാർഡൻ പറഞ്ഞത് താൻ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, പക്ഷേ വിവരം അറിഞ്ഞപാടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു എന്നതായിരുന്നു വിശദീകരണം. ഈ വാദം VC തള്ളുകയാണ്. ഇന്ന് തന്നെ ഇരുവർക്കുമെതിരായ നടപടി ഉണ്ടായേക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. ഇരുവരും വിശദീകരിക്കാൻ ശ്രമിച്ച പല കാര്യങ്ങളും വസ്തുതയുമായി ചേർന്ന് നിൽക്കുന്നതല്ല എന്നതാണ് VCയുടെ ഒരു നിലപാട് എന്നാണ്. ഈ വിശദീകരണം വിശദമായി പഠിച്ചതിന് ശേഷം അങ്ങനെ ഒരു നിഗമനത്തിലേക്കും നിലപാടിലേക്കും VC എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാര്യത്തിൽ അതായത് പ്രധാനമായും ഇവർ പറയുന്നത് ഈ സംഭവം ഡീനിൻ്റെ ഒരു വാദം, ഒരാൾ പോലും തന്നോട് ഇക്കാര്യം, ഒരു വിദ്യാർത്ഥി പോലും പരാതിയായി അറിയിച്ചിട്ടില്ല. താൻ എല്ലായ്പ്പോഴും ഹോസ്റ്റൽ സർവൈലൻസിൽ വെക്കുന്ന ആളല്ല, അവിടെ പോകുന്ന ആളല്ല, അവിടെ നേരിൽ പോയി ഉണ്ടാകേണ്ട ആളല്ല, തൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകാറില്ല. ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഇടപെട്ടു. സിദ്ധാർത്ഥനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് കൃത്യമായി ഇടപെട്ടു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടിയുടെ ഭാഗമായി അവിടെ നിന്നു. പിന്നീട് പോലീസിന് വിവരം കൈമാറി, ബന്ധുക്കളെ വിവരം അറിയിച്ചു, ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. VCയെയും രജിസ്ട്രാറെയും ഈ വിവരങ്ങളെല്ലാം കൃത്യമായ ഇടവേളകളിൽ അറിയിച്ചു. ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് ഡീൻ ആദ്യം മുതൽ വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ആ ഹോസ്റ്റലിൽ ഇത്രയും വലിയൊരു അക്രമം ഉണ്ടായിട്ട് അതൊന്നും ഡീനിൻ്റെ ശ്രദ്ധയിലേ പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഹോസ്റ്റലിൽ യാതൊരു സർവൈലൻസും ഇല്ലാതിരിക്കുന്നത് ഒരു വാർഡന് സാങ്കേതികമായ പദവിയാണെങ്കിൽ കൂടിയും അങ്ങനെ ഉണ്ടാകാൻ പാടുണ്ടോ? അതേ ക്യാമ്പസിൽ തന്നെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന ഡീൻ എന്തുകൊണ്ട് ഈ വിവരങ്ങളൊന്നും അറിയുന്നില്ല? അതിനുശേഷം 3 ദിവസത്തേക്ക് പിന്നീട് ഡീൻ മൗനം പാലിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇവിടുത്തെ ഹോസ്റ്റലിൻ്റെ നടത്തിപ്പ് മുതൽ ആ ക്യാമ്പസിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആളാണോ വാർഡനും ഡീനും ഒക്കെ ആയ വ്യക്തി? അസിസ്റ്റന്റ് വാർഡന് യാതൊരു മരണത്തിൽ ഡീനിനും അസിസ്റ്റന്റ് വാർഡിനും എളുപ്പത്തിൽ കൈകഴുകാനാകില്ല. VCയുടെ റിപ്പോർട്ട് തള്ളിയിട്ടുണ്ട്. നടപടിക്ക് സാധ്യതയുണ്ട്. ഈ റിപ്പോർട്ടോടെ പോലീസ് സ്റ്റോറി പൂർണ്ണമാവുകയാണ്. ക്രൈം വാർത്തകളുടെ സമഗ്രത്രവുമായി പോലീസ് സ്റ്റോറി രാത്രി 10-ന് കാണാം.